അപ്പോഴേ ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അതും നമ്മളെ പെരുന്നാളിന് പള്ളിക്കൽ നിന്ന് കിട്ടിയ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണുന്നതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കടന്നാലോ. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞ ബീഫ് ഉണ്ടല്ലോ, ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് മഞ്ഞളും മുളകും മല്ലിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാട്ടോ. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മളെ സ്വന്തം വീട്ടിലേക്കൊക്കെ പോയി അവിടുന്ന് കുറച്ച് നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു വേറെ തന്നെയാണല്ലേ. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫല്ല, ബീഫിലേക്ക് നല്ല അടിപൊളി കൊള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്നാണ് പറയുക, പക്ഷെ ചില നാടുകളിൽ കപ്പ എന്നൊക്കെ പറയും കേട്ടോ. അത് രണ്ടും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ദേ അടുപ്പ് കത്തിച്ച് ഒരടുപ്പിൻ്റെ മുകളിൽ ദേ ബീഫ് വെന്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അടുപ്പ് കത്തിച്ച് മറ്റേ അടുപ്പത്ത് നമ്മൾ സൂപ്പർ അടിപൊളി ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ചേറെ തന്നെ ഒഴിച്ചിട്ട് നന്നായി സബോള വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സബോള നന്നായി മൂത്ത് വന്നപ്പോൾ വേപ്പില വാരി വെതറിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചതും നന്നായി ചേർത്ത് മൂത്തതിന് ശേഷം ഒരു 4-5 തക്കാളി നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കിടന്ന് നന്നായി എണ്ണ തെളിയുന്ന വരെ തന്നെ മൂത്ത് വരട്ടെ കേട്ടോ. നന്നായി മൂത്ത എണ്ണ തെളിഞ്ഞതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ബീഫിനെ അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുന്നത്. എണ്ണ തെളിയുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് എടുത്തതിൻ്റെ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മളെ ബീഫ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത നല്ല കൊള്ളിയിലേക്ക് ഈ ബീഫ് കൂട്ടിയിട്ടുണ്ട് കഴിക്കുമ്പോൾ കിട്ടണ ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിരാശപ്പെടേണ്ടി വരില്ല, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.